ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ, അതായത് 8/3/25 കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നയനിയും നവ്യ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. നമ്മളുടെ നന്ദുവിനെ ഇറക്കാൻ പറ്റാത്ത സങ്കടത്തിലാകെ നിൽക്കുകയാണ്. അപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടി അങ്ങോട്ട് വരും. ഗോവിന്ദനും കനകയും കൂടിയും വരികയാണ്. ഈ നന്ദു പോയിട്ട് ഒരു വിവരമില്ലല്ലോ, എന്താ ഈ നന്ദു ഇത്ര നേരമായിട്ടും വരാത്തത്? സാധാരണ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൾ വേഗം വരുന്നതാണ്. ഇന്നിപ്പോൾ ഫോണും സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറയും ഗോവിന്ദൻ. അപ്പോൾ കനക പറയും, നമ്മൾ നാളെ പോകേണ്ടതല്ലേ, പഠിച്ച് പൊളിക്കാവും കൂട്ടുകാരുടെ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അതന്നെയെന്ന് പറയും നവ്യ നയന്. അപ്പോൾ അവരുടെ മുഖത്ത് വലിയ വിഷമാണ്. അപ്പോൾ ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ പറ്റി, നിങ്ങളെ മുഖം വളരെ സങ്കടമായിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താ പറ്റി വയ്ക്കുമ്പോൾ ഒന്നുമില്ല അച്ഛാ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. അതല്ല, എന്തോ പ്രശ്നം ഉണ്ടല്ലോ, എന്താണെന്ന് വയ്ക്കും. ഒന്നുമില്ല അച്ഛാ, നന്ദു വരാഞ്ഞിട്ടാണെന്ന് അറിയും. അപ്പോൾ എന്നാൽ ശരി, നന്ദു വരട്ടെ, നമുക്ക് നോക്കാം, കുറച്ച് നേരം കൂടെ നോക്കാം എന്നൊക്കെ പറയുകയാണേ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ അപ്പോൾ നവ്യയോട് നയനെ പറയേണ്ട, ആദർശമായിട്ടപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പോഴേക്കും ആദർശം അങ്ങോട്ട് വരും കേട്ടോ. ആദർശം വന്നല്ലോ എന്ന് പറയും. അപ്പോൾ വന്നിട്ട് വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇനി എന്താണ് ഇപ്പോൾ നയനെ പറയും, ആദർശേട്ടനെ അറിഞ്ഞിട്ടില്ല, അല്ല ആദർശേട്ടനെ അറിയില്ല, അച്ഛനും അമ്മയ്ക്കും അറിയില്ല എന്നുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക? അങ്ങനെ നിൽക്കുമ്പോഴേക്കും നയനെ വേഗം കയറി പറയും, ആദർശേട്ടാ, നന്ദു പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല, കൂട്ടുകാരെ കാണാൻ വേണ്ടി പോയതാണ്, ഇതുവരെ എത്തിയിട്ടില്ല. അറിയുമ്പോൾ ആദർശന് ക്ലിക്ക് ചെയ്യും, കാരണം ഇവർ അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അത് ശരി, അവൾ ഫ്രണ്ട്സിനെ കാണാൻ പോയിട്ട് അടിച്ച് പൊളിക്കുകയെന്ന് പറയും. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണമില്ല, ഫോൺ സ്വിച്ച് ഓഫാണ് തോന്നുന്നു എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആഘോഷിക്കാവും എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം എന്ന് പറയുകയാണ് ആദർശ്. അപ്പോൾ നയന താനും കൂടെ വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ പോവാമെന്ന് പറയും. അപ്പോൾ എന്നാൽ ശരി, ആയിക്കോട്ടെ, നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരൂ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. നവ്യക്കറിയാം. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ പെട്ടെന്ന് പോവുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോണ സമയത്ത് പിന്നെ എന്താണ് നമ്മുടെ SI തന്നെയാണ്. അപ്പോൾ വരൂ എന്ന് പറയും, ഇരിക്കൂ എന്ന് പറയും ആദർശനോട്. പറയും, എനിക്ക് പ്രത്യേകിച്ചൊന്നും നിങ്ങളോട് പറയാനില്ല, മുന്നേ പറഞ്ഞതന്നെ എനിക്ക് പറയാനുള്ളൂ, അത് ആ പെൺകുട്ടിയും കൂടി മൊഴി തന്നുകൊണ്ടാണ് ഞാൻ ആ കേസ് രജിസ്റ്റർ ചെയ്തത് എന്നൊക്കെ അയാൾ പറയും. അപ്പോൾ പറയും, അവളുടെ സ്വഭാവം അതാണ്, അവൾ എന്ത് തെറ്റുണ്ട് കഴിഞ്ഞാൽ അതിനെ അങ്ങനെയാണ് അവൾ പ്രതികരിക്കുക എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതൊന്നും ഇപ്പോൾ എനിക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ പറയും. അപ്പോൾ ആദർശ് ചോദിക്കും, നിങ്ങൾക്ക് എന്താ സാറിനെന്താ ഇത്ര വാശി, അവൾക്ക് ജാമ്യം തരാതിരിക്കാൻ എന്താ ഇത്ര വാശി എന്ന് ചോദിക്കുക. അപ്പോൾ പറയും, എനിക്ക് വാശിയൊന്നുമില്ല, എനിക്കെന്താ വാശി. അപ്പോൾ സാറ് എരുമേലിയിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് മാറിയിട്ട് അധികം സമയമൊന്നും ആയിട്ടില്ലല്ലോ, അപ്പോൾ ഇനി ഇവിടുന്ന് വേഗം എങ്ങോട്ടെങ്കിലും മാറാൻ ഉള്ള ചാൻസ് ഉണ്ടെങ്കിലോ പറയും, നിങ്ങൾക്ക് അതിനൊക്കെ കഴിവുള്ള ആൾക്കാരല്ലേ, നിങ്ങൾ ചെയ്തോളൂ, പിന്നെ ഒരു സ്റ്റേഷനിൽ ഞാൻ ഇത്ര കാലം ഇരിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ മിനിമം ഇതും കൊണ്ടും പറയുന്നുണ്ട്, എങ്ങനെയും അവളൊരു തെറ്റും ചെയ്യണില്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഇയാൾ ഒരു വണ്ണം ഇടയ്ക്ക് ഇയാൾ വിട്ടുകൊടുക്കുന്നില്ല, ഇയാൾക്കൊരു തരം വാശി പോലെയാണ് സൈന്. അപ്പോൾ പറയും, പിന്നെ ഞങ്ങളങ്ങനെ ആരെയും മനഃപൂർവ്വം ഉപദ്രവിക്കാൻ നിൽക്കാറില്ല സാറേ എന്ന് പറയും ആദർശ്. പക്ഷേ ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല അങ്ങനെ ആദർശ് പറയും. നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പോലെ എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയും. പിന്നെ ഞങ്ങൾക്ക് നന്ദുവിനെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കാണുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല, നിങ്ങൾ ഈ പറഞ്ഞ തന്നെയാണ് പറയുന്നത്, പക്ഷേ അവൾക്ക് ഒരു വിധത്തിലും ജാമ്യം കിട്ടില്ല, നാളെ കോടതിയിൽ വന്നിട്ട് ജാമ്യം എടുത്തോളൂ, അതേ നടക്കുള്ളൂ, അല്ലാണ്ട് നടക്കില്ല എന്നൊക്കെ തന്നെ ഇയാൾ പറയുന്നത്. അയാൾ എന്തൊക്കെ മേലേന്ന് വിളി വന്നു, അവരോട് ഞാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരും എന്നോട് അനുകൂലിക്കുകയാണ് ചെയ്തത്, അവർക്ക് ഞാൻ പറഞ്ഞപ്പോൾ കാര്യം മനസ്സിലായി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആദർശന് ശരിക്കും ദേഷ്യം വന്നിറക്കുക. അപ്പോൾ അങ്ങനെ നയന പറയും, മോളൊരു തെറ്റും ചെയ്യില്ല, മോള് അത് കണ്ട് പ്രതികരിച്ചതുള്ളൂ, ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ട്, അത് ആരായാലും ചെയ്തു പോകണല്ലേ സാറേ, എങ്ങനെയെന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും ഇപ്പോൾ ഇവിടെ വിശ്വസനീയമല്ല. അപ്പോൾ ഞാൻ ആലോചിക്കാം കേട്ടോ, എൻ്റെ ആലോചനയാണ്, CCTV ഒക്കെ ഉണ്ടാവില്ല അവിടെ, ഇപ്പോൾ മുക്കിലും മൂലയിലൊക്കെ CCTV ആയാലും നോക്കിക്കൂടെ, കാര്യങ്ങൾ അറിയണമെങ്കിൽ. അതെൻ്റെ ഒരു സജഷനാണ്. ഓക്കെ, അതിടും. അപ്പോൾ നമുക്ക് സീരിയലിലേക്ക് തന്നെ വരാം. അപ്പോൾ അങ്ങനെ അവസാനം പിന്നെ നന്ദുവിനെ കാണാൻ വേണ്ടി പോവാം. അപ്പോൾ നന്ദു ഇങ്ങനെ തലയും കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഒരു ബെഞ്ചിൽ. അപ്പോൾ ഇവരെ കാണുമ്പോൾ വേഗം ചെല്ലും, ചേച്ചി എന്ന് പറഞ്ഞിട്ട് വേഗം ചെല്ലും. അപ്പോൾ പറയും, അപ്പോൾ ഇവരങ്ങോട്ട് പോകുമ്പോൾ ഈ SI പറയും,
നിങ്ങൾ എന്ത് വേണമെങ്കിലും ശ്രമിച്ചോ, മനസ്സിലാണ് അയാൾ പറയുന്നത്, അവൾക്ക് ഞാൻ ജാമ്യം കൊടുക്കാൻ പോകണില്ല എന്ന്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ കളി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. അത് കഴിഞ്ഞ് ആദർശം നയനയും കൂടി നന്ദുവിനെ കാണുമ്പോൾ നന്ദു ഭയങ്കര കാരണം കരയണമെന്നില്ല, അവൾ പക്ഷേ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയും, ഇതാരോ മനഃപൂർവ്വം കെണിയാക്കിയതാണ് എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് നാളെ SI സെലക്ഷന് പോകേണ്ടതല്ലേ, ഇതിന് ട്രെയിനിങ്ങിന് പോകേണ്ടതല്ലേ, അതിന് ആരോ അള്ളു വെച്ചതാണ് അറിയാം. അപ്പോൾ അതാരാന്നൊക്കെ എനിക്കറിയാം എന്നിങ്ങനെ പറയുകയാണ് നയന. അപ്പോൾ എനിക്കും കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് ഇങ്ങനെ ആദർശം പറയുകയാണ്. അപ്പോൾ പറയും, ഇനി എന്താ ചെയ്യുക ആദർശേട്ടാ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും, പിന്നെ എന്താ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക്, ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് മോളെ, വിഷമിക്കൊന്നും ചെയ്യരുത്. അച്ഛനും അമ്മയും അറിഞ്ഞു വയ്ക്കുമ്പോൾ ഇല്ല, അച്ഛനും അമ്മയോടും പറഞ്ഞിട്ടില്ല, നിന്നെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്, പക്ഷേ നീ ജയിലിലാണെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും, പറയണ്ട, അവരാകെ വിഷമിക്കുള്ളൂ ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ പറയുന്നു, ഒന്നും കണ്ടെങ്കിൽ പ്രതികരിക്കാൻ നിൽക്കരുത്, ഇതാണ് പ്രതികരിച്ചാലത്തെ അവസ്ഥ എന്നറിയും. അപ്പോൾ നയന പറയും, അങ്ങനെ പറയലേ ആദർശേട്ടനും ഇത് കണ്ടാൽ പ്രതികരിക്കില്ലേ, നിങ്ങളുടെ രണ്ടാളുടെയും സ്വഭാവം ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്, അതിനൊരു മാറ്റമില്ല എന്നറിയും. അതൊക്കെ തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ഈ പോണ സമയമായതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ പറയും, ഇനി എനിക്ക് എൻ്റെ ആഗ്രഹം നടക്കാണ്ട് വരുമോ, ഞാൻ അത്രയും ആഗ്രഹിച്ചതാണത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പറയും, നീ പോവാതിരിക്കാൻ വേണ്ടി ആരോ കളിച്ച കളിയാണിത് എന്നൊക്കെ ഇങ്ങനെ ഇവർ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ നാളെ ജയിലിൽ നിന്ന് നാളെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഞാൻ ജയിലിൽ പോകണ്ടേ, അപ്പോൾ പിന്നെ ഒരിക്കലും എൻ്റെ ഈ ആഗ്രഹം നടക്കില്ല, അതും അങ്ങനെ പോയി എന്നൊക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുകയാണ്. അപ്പോൾ നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് വല്ല വഴിയും കാണാം. പിന്നെ അഡ്വക്കേറ്റ് മാരാർ ഇറങ്ങിയിട്ടുണ്ടല്ലോ, അദ്ദേഹം എന്തെങ്കിലും ചെയ്യും. അപ്പോൾ നന്ദു പറയും, അദ്ദേഹം വന്നിട്ട് എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും ചോദിച്ചു പോയിട്ടുണ്ട്, അപ്പോൾ അദ്ദേഹം അത്ഭുതം സൃഷ്ടിക്കുന്ന ആളാണ്, അപ്പോൾ നീ കോടതിയിൽ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പറയാതിരിക്കില്ല എന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അവിടുന്ന് സംസാരിച്ചൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ, നീ ഒന്നുകൊണ്ട് വിഷമിക്കരുത്, നിനക്ക് കട്ട സപ്പോർട്ടായിട്ട് ഞങ്ങളുണ്ട്, വിഷമിക്കരുത്, പേടിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും, ഇല്ല ആദർശേട്ടാ എന്നൊക്കെ പറയും. ഇപ്പോൾ മോള് വിഷമിക്കാതിരിക്കുക, പിന്നെ അച്ഛനോടും അമ്മോടും പറയാണ്ടിരിക്കാനും പറ്റില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം, ഞങ്ങൾ വേണ്ടതൊക്കെ ചെയ്യാം, പേടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ആദർശും പിന്നെ നയനയും കൂടെ ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ നയന ഇങ്ങനെ കെട്ടിപ്പിടിക്കണം, നന്ദുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, വിഷമിക്കാതിരിക്കൂ എന്നൊക്കെ പറയുകയാണ്. ആ എസ് ഐയും അബിയോടുള്ള ദേഷ്യം കൂടെ തീർക്കുകയാണെന്ന് പറയും. അപ്പോൾ വേറൊന്നുമില്ല, അനാമികയുടെ അച്ഛനും അമ്മയും അബിയും ജലജയും കൂടെയാണ് ഇത് ഇങ്ങനെ ഒത്തുകളിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ നന്ദൂരുണ്ടാക്കി വെച്ചത് എന്ന് അവർക്കറിയാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ SI ആയി ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അതാണെന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, നീ വിഷമിക്കാതിരിക്കാറുണ്ട് ആദർശം നയനയും കൂടി ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വരികയാണ്. പിന്നെ അങ്ങനെ കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആദർശേട്ടാ, ഇനിയിപ്പോൾ അമ്മോടും അച്ഛനോടും പിന്നെ പറയാണ്ടിരിക്കാൻ നിവർത്തിയില്ലല്ലോ എന്ന് പറയും. അപ്പോൾ പറയാം, അമ്മോടും അച്ഛനോടും പറയാം, അല്ലാണ്ട് ഇപ്പോൾ നിവർത്തിയില്ല, പക്ഷെ അവരെ ഇങ്ങോട്ട് ജയിലിലേക്ക് കൊണ്ടുവരണ്ടെന്ന് നന്ദു പറഞ്ഞിട്ടുണ്ട്. അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്, അവർ വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശരി, നമുക്കെന്നാൽ പിന്നെ അച്ഛനോടും അമ്മോടും പറയാം, പക്ഷേ നല്ല ഇതായിട്ട് തന്നെ പറയാം, അല്ലാണ്ട് പിന്നെ ഒരു രക്ഷയില്ല എന്ന് പറയും. ശരി എന്നൊക്കെ പറയാണ്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഇതിലിപ്പോൾ നല്ല കളി നടന്നിട്ടുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി ആരാണെങ്കിലും ഒന്ന് അവളുടെ ചകിടടിച്ച് ഞാനൊന്ന് കൊടുത്തിരുന്നു, അവളെ രക്ഷിക്കാൻ പോയിട്ടല്ലേ ഇപ്പോൾ നന്ദുവിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്ന് പറയും. അപ്പോൾ പറയാം, അതോ ഒരു ഡ്രാമയായിരുന്നു അത്, കാരണം ഇവളെ ട്രാപ്പിലാക്കാൻ വേണ്ടി അവർ കളിച്ച ഡ്രാമയാണത്, അതാണ് സംഭവം, അല്ലാണ്ട് വേറൊന്നുമല്ല. അന്നേരം റിയലായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. മറ്റേ നന്ദുവിൻ്റെ സ്വഭാവം വെച്ച് അവൾ പ്രതികരിക്കും, അത് സ്വാഭാവികം, അതെപ്പോഴും ഉള്ളതാണ് താനും. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ എന്ത് ചെയ്തിട്ടും പോലീസിനാണ്, അയാൾക്ക് SIക്കാണ് ഭയങ്കര ദേഷ്യം. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം, എല്ലാവരും ശ്രമിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെയും ഈ അഡ്വക്കേറ്റ് മാരാറിൻ്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോൾ മാരാർ എന്തെങ്കിലും വഴി കാണാണ്ടിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വീട്ടിൽ പോകുമ്പോൾ എന്താവും അവസ്ഥ എന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ വീട്ടിൽ നവ്യ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുമ്പോൾ അടുത്ത് തന്നെ നമ്മുടെ ഗോവിന്ദനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ മോളെ എന്താ നന്ദു വരാത്തത്, അപ്പോൾ പിന്നെ ഇനി അവളുടെ ജോലിക്ക് അവളുടെ ശമ്പളം അവൾ സൂക്ഷിച്ച് വെക്കട്ടെ, ഇവിടെ തരുമൊന്നും വേണ്ട, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടാളുള്ളൂ, അവളുടെ ശമ്പളം നാളെ അവളുടെ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് അവൾക്ക് ഉപകാരപ്പെടുകയും ചെയ്യും, അതുകൊണ്ട് നമുക്ക് ആ പൈസയൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നവ്യ
എന്നൊക്കെ പറഞ്ഞ മോളാണ്. പറയും എന്ത് പറ്റി മോളെ, നിനക്കെന്തൊരു വിഷമം പോലെ? പിന്നെ അവൾ നമ്മളെ ചെറിയ കൊച്ചുമോളല്ലേ, നിങ്ങളൊക്കെ പോയപ്പോൾ അവളല്ലേ എനിക്കുണ്ടായുള്ളൂ എന്ന് പറയും. അപ്പോൾ നവ്യ അറിഞ്ഞ് ഇപ്പോൾ 7 മാസമാകുമ്പോൾ ഞാനും ഇങ്ങോട്ട് പോരില്ലേ, അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ഞാനും ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ കനക അങ്ങോട്ട് വരികയാണ്. കനക അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നന്ദുവിൻ്റെ കാര്യം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ പെണ്ണത് എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനക പറയുന്നുണ്ട്, പിന്നെ എനിക്കൊരു നല്ല ഭയമുണ്ട്, ഇവരുടെ കൂടെ അനി ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അനി അത് ആദർശനോടും ചോദിക്കുമ്പോൾ ആദർശ് ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ അനി അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആദർശ് ആദ്യം വരുമ്പോൾ. പിന്നെ ഇവർ നവ്യയും പിന്നെ നമ്മുടെ നവ്യയും കനകയും ഗോവിന്ദനും കൂടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ പറയും എനിക്ക് നല്ല ഭയമുണ്ട് അവളുടെ നന്ദുവിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നവ്യ അറിയാം അനിയും അനാമികയും തമ്മിൽ യാതൊരു ബന്ധമില്ല, ഏത് നേരം നോക്കിയാൽ അവർ തമ്മിൽ അടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും ഈടായിട്ട് അവൾക്ക് SI സെലക്ഷൻ കിട്ടി പറഞ്ഞിട്ട് അവൾക്കൊരു ഗിഫ്റ്റ്, ഒരു മോതിരം കൊടുത്തിരുന്നു. അത് അവളുടെ മറ്റേ കൂട്ടുകാർ കൊടുത്തു എന്നാണ് അവൾ പറഞ്ഞത്. പക്ഷേ അവർക്ക് അതിന് മാത്രമുള്ള സാമ്പത്തികമൊന്നുമില്ല, ഇങ്ങനെ സ്വർണ്ണ മോതിരം കൊടുക്കാനുള്ളതൊന്നുമില്ല. എനിക്കത് സംശയം അനീൻ തന്നെയാണ് എന്ന് പറയും കേട്ടോ. അപ്പോൾ അനാമിക നമ്മുടെ നവ്യ പറയും എനിക്കൊരു ഭയമുണ്ട്, ആ ജോത്സ്യൻ പറഞ്ഞത് ശരിയാവുമോ എന്നുള്ളത്. അപ്പോൾ അത് നവ്യയ്ക്ക് അറിയില്ല. അപ്പം നവ്യ അറിയും ജോത്സ്യന് എന്താ പറഞ്ഞത് അറിയും. അപ്പോൾ പിന്നെ കനക മിണ്ടില്ല കേട്ടോ, കനക മിണ്ടാണ്ട് നിൽക്കുക. അപ്പോൾ എന്താ ജോത്സ്യൻ പറഞ്ഞതെന്നറിയും. അപ്പോൾ അറിയും അത് നന്ദു സ്നേഹിക്കുന്ന ആൺകുട്ടിയെ തന്നെ അവളെ കല്യാണം കഴിക്കുന്നുണ്ട് എന്നറിയും. അപ്പോൾ പറയും നന്ദുവിന് അനീനെയല്ലേ സ്നേഹിച്ചത് എന്നറിയും, അല്ലാണ്ട് വേറൊരു ആൺകുട്ടി അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ അവൻ തന്നെ കല്യാണം കഴിക്കുമോ എന്നിങ്ങനെ നമ്മുടെ നവ്യ ചോദിക്കുകയാണ്. അപ്പോൾ പറയും എനിക്കറിയില്ല മോളെ, എന്തായാലും അത് നടക്കരുത്, അത് നടക്കുന്നത് ശരിയല്ല എന്നറിയാം. അപ്പോൾ എന്താണെന്ന് നമ്മളല്ലല്ലോ തീരുമാനിക്കാൻ അറിയാം. അപ്പോഴും പറഞ്ഞ നവ്യ അറിയാം അവർ തമ്മിൽ ഒരു യോജിപ്പില്ല, ഇത് നേരെ നോക്കിയാൽ അടിയാണ് അനി അനാമിക എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കാറിൽ ഇവർ ആദർശും നയനയും കൂടെ വരുന്നത്. അവർ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ അവർ വന്നു തോന്നുന്നു, നന്ദു കൂടെ കണ്ടാൽ മതിയായിരുന്നു എന്നിങ്ങനെ പറയും ഗോവിന്ദനുണ്ടോ. അതിന് കാറ് വെച്ച് അവർ രണ്ടാളും കാറ് നിർത്തി രണ്ടാളും കൂടെ ഇറങ്ങി വരുമ്പോൾ ഇവർ രണ്ടാളും മാത്രം അപ്പോൾ എന്തേ നന്ദു വന്നില്ലേ, അവളെന്താ വരാനേ നോക്കും. അപ്പോൾ ഇങ്ങനെ എന്താ പറ്റി മോനെ, എവിടെ നന്ദു എന്ന് ചോദിക്കും. പറയും അച്ഛൻ വിഷമിക്കരുത്, ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് ആദർശ് പറയാണ് നന്ദു ജയിലിലാണെന്ന് പറയും. അപ്പോൾ ജയിലിലോ എന്ത് പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ പറയും എൻ്റെ ദൈവം എന്താ എൻ്റെ മോൾക്ക് പറ്റി, എന്താ പ്രശ്നം എന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ പറയും അമ്മേ അത് അവൾ വഴി അതൊരു പെൺകുട്ടീനെ ഒരുത്തനും ഉപദ്രവിക്കാൻ എന്നിട്ട് അയാളെ കയറി തല്ലിയതാണ്, അത് നല്ല കാര്യമല്ലേ എന്ന് പറയും. പക്ഷേ അത് അവളും പിന്നെ ദൃസാക്ഷിയായിട്ട് ആ പെണ്ണും പോയിട്ട് മൊഴി കൊടുത്തു, അപ്പോൾ അതൊരു ട്രാപ്പാണ് പറയും. അതിലൊരു അയ്യോ പറഞ്ഞിട്ട് ഇങ്ങനെ കനക കരയുന്നിട്ട് എൻ്റെ മോളുടെ ഭാവി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കരയാതിരിക്കും, എന്തെങ്കിലും വഴിയുണ്ടോ ഒക്കെ മോനെ ആദർശ് മോനെ, നിൻ്റെ അച്ഛനും മുത്തശ്ശനൊക്കെ വിചാരിച്ച നടക്കിലേക്കുമ്പോൾ ശ്രമിച്ചു അമ്മേ, പക്ഷെ അവർ പോലും ആ SI കേസ് രജിസ്റ്റർ ചെയ്തു, അതാ പ്രശ്നം. ഇനിയിപ്പോൾ നാളെ കോടതി പോയി ജാമ്യം എടുത്തിട്ട് വേണം വരാൻ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഒരു അഡ്വക്കേറ്റിനെ ആക്കിയിട്ടുണ്ട്, അദ്ദേഹം വളരെ പ്രഗത്ഭനായൊരു അഡ്വക്കേറ്റാണ്, അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ എന്നൊക്കെ പറയും. അതിൽ പറയും ഇതിൻ്റെ മുന്നേ മോളൊരു പ്രാവശ്യം ജയിലിൽ പോയതാണ്, പക്ഷെ അന്ന് നിസ്സാര കാര്യത്തിനായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ പറയും എൻ്റെ ദൈവമേ എൻ്റെ മോളുടെ ഭാവി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. അത് കരയിലമ്മേ എന്നൊക്കെ പറഞ്ഞ് നവ്യ അങ്ങനെ അകത്തേക്ക് കൂട്ടിയും കൊണ്ട് പോവുകയാണ് കേട്ടോ. കൂട്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് ഗോവിന്ദൻ പറയുക മോനെ എന്തെങ്കിലും ചെയ്യാൻ വല്ല വഴിയുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ മോളുടെ ഭാവി എന്താവും, അവൾ അത്രയും ആഗ്രഹിച്ച ജോലിയാണ് എന്നൊക്കെ അങ്ങനെ പറയും. അച്ഛൻ വിഷമിക്കാതിരിക്കും, എന്തെങ്കിലുമൊക്കെ വഴി നമുക്ക് കാണാം, ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നുണ്ട്, അച്ഛനൊന്നുകൊണ്ടും വിഷമിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയണം. കാരണം ആദർശം വല്ലാണ്ടേ കണ്ടിട്ട് ഭയങ്കര വിഷമം പോലെ എല്ലാവർക്കും നല്ല സങ്കടമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ പത്രമാറ്റിലും നമ്മളുടെ നന്ദുവിനെ ഇറക്കാൻ ഒരു വഴിയും തെളിഞ്ഞിട്ടില്ല, SI കടുംപിടുത്തത്തിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ എന്തായാലും പത്രമാറ്റം എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണുക. അതുപോലെ എൻ്റെ രാധാസ് ഫാമിലി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഷെയർ ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞ് ലൈക്ക് ചെയ്യണേ. പിന്നെ അതുപോലെ ഞാൻ എൻ്റെ ചാനലിൽ വേറെ വീഡിയോസ് പേഴ്സണൽ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്, ഒരു കൺമഷി ഉണ്ടാക്കുന്നൊരു വീഡിയോ ഇടുന്നുണ്ട്, അതും നിങ്ങളൊക്കെ ഒന്ന് കാണണം. ഓക്കെ, പിന്നെ വേറെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനമുള്ളൊരു ദിവസം ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ കാണുന്നതിൽ ഒരുപാട് നന്ദി. താങ്ക് യു.